നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇനി പഴയ പരിപാടികൾ KSRTCയിൽ നടക്കില്ല. ധൂർത്തും അഹങ്കാരവും വിലപ്പോവില്ല എന്നർത്ഥം. ഈ സന്ദേശം നൽകി അനാവശ്യമായി ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത KSRTC താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടിരിക്കുകയാണ് മാനേജ്മെന്റ്. മന്ത്രി KV ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതിന്റെ പുതിയ തുടക്കം. CMDയുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി വരികയാണ്. യൂണിയൻ നേതാക്കളുടെയും രാഷ്ട്രീയ പരിചരണങ്ങളുടെയും പിൻബലത്തിൽ ഇനി കാര്യങ്ങൾ നടക്കില്ല എന്ന് KSRTC പറഞ്ഞു വെക്കുകയാണ് ഈ നടപടികളിലൂടെ. 2 സ്ഥിരം ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പാറശാല ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ P ബൈജുവിനെയാണ് പിരിച്ചുവിട്ടത്. ഇതേ ഡിപ്പോയിലെ തന്നെ കണ്ടക്ടറായ ശ്രീജിത്ത് രവി, പാറശാല യൂണിറ്റ് അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ചാർജ്മാൻ K സന്തോഷ് കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡീസൽ പാഴാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഗതാഗത മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതെല്ലാം ഈ നടപടികളിലെല്ലാം ചർച്ച ചെയ്യുകയാണ് CMD. ഇനി എല്ലാ യൂണിറ്റുകളിലും CMDയുടെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനം ഉണ്ടാകും. ഗണേഷ് കുമാറും ഇത് ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ജീവനക്കാർക്ക് പ്രവർത്തന വീഴ്ചകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിക്കാനാണ് നീക്കം. യൂണിയനുകളുടെ അതിപ്രസരത്തെ വകവയ്ക്കാതെയുള്ള വിപ്ലവമാണ് ഈ നടപടികൾ. ഇതിനെ യൂണിയനുകൾ എങ്ങനെ നേരിടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ നടപടിക്ക് കാരണമായ സംഭവം ജനുവരി 9 ഉണ്ടായത്. തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ CMD എത്തിയപ്പോഴാണ് നെയ്യാറ്റിൻകര കളിയിക്കാവിള ബസ് ബേയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരുന്ന CMS 88 നമ്പർ ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സ്റ്റാർട്ടിംഗിൽ നിർത്തിയിട്ടിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണെന്ന് ഡ്രൈവർ പരുഷമായി മറുപടി നൽകി. ഒരു തുള്ളി ഡീസൽ പോലും പാഴാക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി ബസ് സ്റ്റാർട്ടിംഗിൽ നിർത്തിയിടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത താൽക്കാലിക ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ 20 മിനിറ്റോളം എഞ്ചിൻ ഓഫാക്കാതെ ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിടുകയായിരുന്നുവെന്നും കണ്ടെത്തി. വരുമാനത്തിന്റെ 50% തുക ഡീസലിനായി ചെലവാക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ 20 മിനിറ്റോളം ബസ് സ്റ്റാർട്ട് ചെയ്ത ഡീസൽ ദുരുപയോഗം ചെയ്തത് നിരുത്തരവാദപരമായ പ്രവൃത്തിയായതുകൊണ്ടാണ് താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടത്. കോർപ്പറേഷന്റെ സ്ഥിരം ജീവനക്കാരായ കണ്ടക്ടർ ശ്രീജിത്ത് രവി തന്റെ ഒപ്പം ജോലി ചെയ്ത താൽക്കാലിക ഡ്രൈവർ ഡീസൽ പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടഞ്ഞില്ല. ഇതിനാണ് കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തത്. ബസിന്റെ തകരാർ സംബന്ധിച്ച ഡ്രൈവറുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും യഥാസമയം പരിഹരിക്കാതിരുന്നതിനെയാണ് K സന്തോഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. 3 പേരും ഒരേ തെറ്റാണ് ചെയ്തത് എന്നാണ് വിലയിരുത്തൽ. തെറ്റ് ചെയ്താൽ ഉടൻ നടപടിയെടുക്കുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. യൂണിയനുകളെയും വിഷമത്തിലാക്കുന്നു എന്നതാണ് ഈ നടപടി. കോർപ്പറേഷൻ പ്രതിമാസം 12 കോടിയോളം രൂപ സ്പെയർ പാർട്സിനായി ചിലവാക്കുന്നുണ്ട്. ഈ ബസിന് ആവശ്യമായ സ്പെയറുകൾ സമയബന്ധിതമായി വരുത്തി തകരാർ പരിഹരിച്ചില്ല. വാഹനങ്ങളുടെ സൂപ്പർ ചെക്ക് നടത്തിയില്ല. കോർപ്പറേഷൻ നിഷ്കരിച്ചിരുന്ന തരത്തിൽ യഥാസമയം വാഹനങ്ങൾ പരിപാലനം നടത്തുന്നതിൽ വീഴ്ച വരുത്തി നഷ്ടമുണ്ടാക്കി എന്നിവ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനാലാണ് പാറശാല യൂണിറ്റിൽ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ചാർജ്മാൻ K സന്തോഷ് കുമാറിനെതിരായ നടപടി. മുൻപ് ഇത്തരത്തിൽ വിശദമായൊരു നടപടികൾ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഒരു പിഴവുണ്ടായാൽ കാര്യകാരണം കണ്ടെത്തി നടപടികൾ വരുത്തണമെന്ന സന്ദേശമാണ് ഗതാഗത മന്ത്രിയും CMDയും നൽകുന്നത്. ഇത്തരം തെറ്റുകൾ ചെയ്യുന്നത് അനുവദിക്കില്ല. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നിറവേറ്റുക എന്നതാണ് ഗതാഗത മന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനം. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷമാണ് 3 പേർക്കെതിരെയും നടപടിയെടുക്കുന്നത്. ഇത് ഗതാഗത വകുപ്പിൽ KV ഗണേഷ് കുമാർ എന്ന പുതിയ മന്ത്രി വരുത്തുന്ന വിപ്ലവ മാറ്റമാണ്.